ഞാൻ ഈ നടക്കുന്നത് എവിടേക്കാണ് അറിയോ? ഇതാണ് ദമാമിലെ ഹെറിറ്റേജ് വില്ലേജ് കേട്ടോ. ഞാൻ ഫസ്റ്റായിട്ടാണ് ദമാമത്തെ ഈ ഹെറിറ്റേജ് വില്ലേജ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരാൾക്ക് എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ 20 റിയാലാണ്. അപ്പോൾ ഈ 20 റിയാൽ വെച്ചിട്ട് നമുക്ക് പിന്നെയും 3 മന്ത്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വിസിറ്റ് ചെയ്യാം. മെയിൻ എൻട്രൻസിൽ തന്നെ ഇവർ ഓരോ ഫ്ലോറിൽ എന്തൊക്കെയുള്ളത്, മെയിൻലി 3 ഫ്ലോറുള്ളത്, താഴത്തെ ഫ്ലോറും കൂടെ കൂട്ടിയിട്ട് 3 ഫ്ലോറുള്ളത്. അപ്പോൾ ഓരോ ഇതിലും എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഹോട്ടലാണ് കേട്ടോ. ഈ ഹോട്ടലിലാണെങ്കിൽ പ്രത്യേകത പറഞ്ഞാൽ എന്താ പറയുക, ഇവിടുത്തെ ചെയറും അതുപോലെ തന്നെ ടേബിളും എല്ലാം പഴയ രീതിയിലുള്ള ടേബിളും ചെയറുമാണ് കേട്ടോ. പിന്നെ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് അറബി ഡ്രസ്സ്, സൗദി ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കുക. ആണുങ്ങൾക്കാണെങ്കിൽ അവരെ തോബും കാര്യങ്ങളും, അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഡ്രസ്സൊക്കെ. പിന്നെ അതേപോലെ തന്നെ പഴയ കാലത്തെ കറൻസിയും എല്ലാം അവിടെ ഷോ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഇവിടെ കാവ നമുക്ക് തരും, പിന്നെ അതേപോലെ തന്നെ ഈത്തപ്പഴം തരും. എനിക്ക് കാവ വലിയ ഇഷ്ടമല്ല, ഞാൻ അതുവരെ കുടിച്ചിട്ടില്ല. പിന്നെ ഒരു കയ്പ്പായതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. ഇത് കുടിക്കുമ്പോഴുള്ള എക്സ്പ്രഷനാണ് എൻ്റെ കേട്ടോ. അപ്പം നമ്മളത് ഞാൻ കഷ്ടിച്ച് എങ്ങനെയൊക്കെയാണ് ഞാൻ കുടിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സൗദി ഡ്രസ്സ് ഇടാൻ. അപ്പോൾ ഞാൻ നേരെ ചെന്നിട്ട് എളുപ്പം സൗദി ഡ്രസ്സ് ഇട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. അതിന് ശേഷം നമ്മൾ പോയത് സെക്കൻഡ് ഫ്ലോർക്കാണ് കേട്ടോ. സെക്കൻഡ് ഫ്ലോറിൽ കാര്യമായിട്ടൊന്നുമില്ല. സെക്കൻഡ് ഫ്ലോറിൽ പറഞ്ഞാൽ ഓരോ റൂമുകളായിട്ടുള്ളത് അങ്ങനെ കാണിക്കുന്നു. പണ്ടത്തെ കാലത്തെ വീടുകളൊക്കെ എങ്ങനെയായിരുന്നു, അവിടുത്തെ റൂമൊക്കെ എങ്ങനെയാണ് നല്ല രീതിക്കാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ തേർഡ് ഫ്ലോറിൽ എന്തൊക്കെയുള്ളത് എന്നുള്ളത് ഈ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേർഡ് ഫ്ലോർക്ക് നമ്മൾ എത്തിയപ്പോൾ അവിടെ മെയിനായിട്ട് ഫസ്റ്റ് കണ്ടത് മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മ്യൂസിയം, കാർ മ്യൂസിയം എല്ലാം. ഇതൊക്കെ ഒറിജിനൽ ബേർഡ്സ് കേട്ടോ. അനിമൽസിൻ്റെ മ്യൂസിയം എല്ലാം ഉണ്ട്. പിന്നെ ഒരു സൈഡിൽ പണ്ടത്തെ കാലത്തെ എങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നതും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ പഴയ കാലത്തെ ബുക്കുകളും അവർ യൂസ് ചെയ്തിരുന്ന പാത്രങ്ങളും യുദ്ധത്തിന് പോയപ്പോഴുള്ള വാളും അവർ യൂസ് ചെയ്തിരുന്ന എല്ലാതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് അനിമൽ മ്യൂസിയമാണ്. ഒറിജിനൽ അനിമൽസ്, പലതരത്തിലുള്ള അനിമൽസും എല്ലാം ഒറിജിനലായിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഒരു സൈഡിൽ ഇതേപോലെ അവരെ പഴയ കാലത്തെ ജീവിതശൈലി രീതിക്കുള്ള ഒരു ഭാഗം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ എത്തുന്നത് മറ്റേ കാറിൻ്റെ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന കാറുകളും, പിന്നെ രാജാവിൻ്റെ കാറും, പിന്നെ പഴയ കാലത്ത് കുട്ടികൾ യൂസ് ചെയ്തിരുന്ന സൈക്കിള്, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ പോയത് നേരെ മാർക്കറ്റിലേക്കാണ്. മാർക്കറ്റിൽ പിന്നെ മെയിനായിട്ട് പഴയ കാലത്തെ ഓരോ ഫ്രെയിമുകൾ, പിന്നെ ഡ്രസ്സ് കാര്യങ്ങൾ, അങ്ങനെ ഫുഡിൻ്റെ ഏരിയാസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിൽ മെയിൻ ഹൈലൈറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെയുള്ള ഏറ്റവും വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ ഒരു വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ വരണം കേട്ടോ. കാരണം എനിക്ക് അത്രയും നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു സ്ഥലം. നല്ല ഫോട്ടോസ് എടുക്കാനും എല്ലാത്തിനും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ ചൂടായതുകൊണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് നേരത്തെ തന്നെ ഇറങ്ങിട്ടോ. അവിടെ കുറച്ച് നേരം നിൽക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു വ്യൂവിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ തന്നെ വരണം. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു വൺ ടൈം വിസിറ്റ് പ്ലേസ് ആണെന്നാണ്. പിന്നെ ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കൂടുതൽ നേരമൊന്നും അവിടെ നിന്നില്ല, നേരെ നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.